ചൈനയുടെ പുനർനാമകരണ നീക്കങ്ങൾക്ക് മറുപടിയായി അരുണാചൽ പ്രദേശിലെ അതിർത്തി മേഖലകളിൽ ഇന്ത്യയുടെ ഇടപെടൽ. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള 27 പ്രധാന സ്ഥലങ്ങൾക്കും ഭൂപ്രദേശങ്ങൾക്കും ഔദ്യോഗിക പേരുകൾ നൽകി സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി. അരുണാചൽ പ്രദേശ് സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ ഇന്ത്യൻ അവകാശവാദം കൂടുതൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിനും ഔദ്യോഗിക രേഖകളിൽ സ്ഥലങ്ങളുടെ തിരിച്ചറിയൽ ഏകീകരിക്കുന്നതിനുമാണ് പുതിയ നീക്കം. ഭൂമി, റവന്യൂ, ജനസംഖ്യാ കണക്കെടുപ്പ്, അടിസ്ഥാന സൗകര്യ വികസനം, അതിർത്തി റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയ വിവിധ ഭരണപരമായ ആവശ്യങ്ങൾക്ക് ഈ ഔദ്യോഗിക സ്ഥലനാമങ്ങൾ ഉപയോഗിക്കാനും കഴിയും. സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ 27 സ്ഥലങ്ങളിൽ 21 കരപ്രദേശങ്ങളും 4 ചുരങ്ങളും ഒരു തടാകവും ഒരു സ്മാരകവും ഉൾപ്പെടുന്നു. ലോങ്ജു, മജ, ബിസ, ബാരാ കുന്തുൻ, ഛോട്ടാ കുന്തുൻ, ധൻബാരി, പ്രിത്നഗർ, ബുദ്ധ മന്ദിർ, ജയറാംപൂർ, തെരിത് നഗർ, രാംനഗർ, ജസ്വന്ത്ഗഡ്, സാഗർ, പത്മ, ജ്യോതി നഗർ, ബൈസാഖി, ഛോട്ടാ റോപുക്, ബാരാ റോപുക്, ശിവാജി നഗർ, സുൻപുര, കാലങ് നഗർ എന്നിവയാണ് പട്ടികയിലെ കരപ്രദേശങ്ങൾ. ഡിസോല, റിസാല, പൂക്കുർല, താക്ല എന്നിവയാണ് 4 ചുരങ്ങൾ. ഇതിനു പുറമെ സംഫോ സരോവർ തടാകവും ഷെർ ഇഥാപ്പ സ്മാരകവും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പട്ടികയിലെ ലോങ്ജുവിന് തന്ത്രപ്രധാനമായ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ അവകാശവാദ പരിധിയിൽ ഉൾപ്പെടുന്ന ഈ അതിർത്തി പ്രദേശം 1959 മുതൽ ചൈനയുടെ നിയന്ത്രണത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ ലോങ്ജുവിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് സാധാരണ സ്ഥലനാമ നിർണയ നടപടിയായി മാത്രം കാണാനാകില്ല. അതിർത്തി പ്രദേശത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടും അവകാശവാദവും ഭരണപരമായ രേഖകളിൽ കൂടുതൽ വ്യക്തമായി ഉറപ്പിക്കുന്ന നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. അരുണാചൽ പ്രദേശിനെ ചൈന സാങ്നാൻ എന്നും തെക്കൻ ടിബറ്റ് എന്നും വിശേഷിപ്പിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകി പട്ടികകൾ പുറത്തുവിടുന്നതും ചൈന പതിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രദേശത്തിന് മറ്റൊരു പേര് നൽകുന്നതിലൂടെ അതിന്റെ പരമാധികാരം മാറില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ചൈനയുടെ ഇത്തരം നീക്കങ്ങളെ ഇന്ത്യ പലതവണ അർത്ഥശൂന്യവും അസംബന്ധവുമായ നടപടികളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും അത് തുടർന്നും ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഒരു ഭൂപ്രദേശത്തെ വ്യക്തമായ പേരോടെ രേഖപ്പെടുത്തുന്നതിന് ഭരണപരമായ പ്രാധാന്യമുണ്ട്. ഭൂമി, റവന്യൂ, സെൻസസ് രേഖകളിൽ ഒരേ സ്ഥലനാമം ഉപയോഗിക്കുന്നത് ഭരണപരമായ ആശയക്കുഴപ്പം കുറയ്ക്കും. അതിർത്തി റോഡുകൾ, പാലങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള പദ്ധതികളും ഇത്തരം ഔദ്യോഗിക സ്ഥലനാമങ്ങൾ പ്രയോജനപ്പെടും. അതിർത്തി ഗ്രാമങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഭൂപടപരമായ കൃത്യത സഹായകരമാണ്. അരുണാചൽ പ്രദേശിനെ ചുറ്റിപ്പറ്റിയുള്ള ഇന്ത്യ ചൈന തർക്കം ഭൂപടങ്ങളിലും സ്ഥലനാമങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. അരുണാചൽ സ്വദേശികൾക്ക് ചൈനീസ് അധികൃതർ സ്റ്റാപ്പിൾഡ് വിസ നൽകിയ സംഭവങ്ങളും മുൻകാലങ്ങളിൽ വലിയ നയതന്ത്ര വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരുടെ യാത്രാരേഖകളെ ചൈനീസ് അധികൃതർ ചോദ്യം ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതോടെ അതിർത്തി തർക്കത്തിന്റെ പ്രതിഫലനം സാധാരണ പൗരന്മാരുടെ അന്താരാഷ്ട്ര യാത്രകളിലേക്കും വ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. 2025 നവംബറിൽ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വനിതയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഷാങ്ഹായ് വിമാനത്താവളത്തിലുണ്ടായ സംഭവവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം വീണ്ടും ചർച്ചയാക്കി. ഇന്ത്യൻ പാസ്പോർട്ടിൽ ജനനസ്ഥലമായി അരുണാചൽ പ്രദേശ് രേഖപ്പെടുത്തിയതിനെ ചൈനീസ് അധികൃതർ ചോദ്യം ചെയ്തതാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. അരുണാചൽ പ്രദേശിൽ ജനിച്ചവർ സാധുവായ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്നും അവരുടെ യാത്രാരേഖകളെ ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ചൈനീസ് അധികൃതർ തങ്ങളുടെ നടപടികൾ ചട്ടങ്ങൾ അനുസരിച്ചായിരുന്നുവെന്നാണ് വിശദീകരിച്ചത്. അരുണാചൽ പ്രദേശിലെ 27 പ്രദേശങ്ങൾക്ക് ഔദ്യോഗിക പേരുകൾ നൽകുകയും അവ സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത നടപടി ഈ പശ്ചാത്തലത്തിലാണ് ശ്രദ്ധേയമാകുന്നത്. ചൈന ഏകപക്ഷീയമായ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുമ്പോൾ ഇന്ത്യ സ്വന്തം ഔദ്യോഗിക ഭൂപടങ്ങളിലും ഭരണരേഖകളിലും പ്രദേശങ്ങളുടെ തിരിച്ചറിയൽ കൂടുതൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഭൂപടത്തിൽ ഒരു പേര് ഉൾപ്പെടുത്തുന്നത് മാത്രം കൊണ്ട് അന്താരാഷ്ട്ര അതിർത്തി തർക്കത്തിന് അന്തിമ പരിഹാരമാകില്ല. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടം അതിന്റെ ഭരണപരമായ നിലപാടുകളും പ്രദേശത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും രേഖപ്പെടുത്തുന്ന പ്രധാന രേഖയാണ്. അതിനാൽ തന്നെ അരുണാചലിലെ 27 പ്രദേശങ്ങളുടെ ഔദ്യോഗിക നാമകരണം ചൈനയുടെ പുനർനാമകരണ നീക്കങ്ങൾക്ക് ഇന്ത്യ നൽകിയ നയതന്ത്രപരവും ഭരണപരവുമായ മറുപടിയായി വിലയിരുത്തപ്പെടുന്നു. അതിർത്തി സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, ഭരണ സാന്നിധ്യം, ഭൂപടപരമായ രേഖപ്പെടുത്തൽ എന്നിവ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ അരുണാചൽ പ്രദേശിന്മേലുള്ള ഇന്ത്യയുടെ ഭരണപരവും നിയമപരവുമായ അവകാശവാദം കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.